ഫ്ലേവേഴ്സ് ഫ്രം ഹോമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെജ് മാൻചൗ സൂപ്പാണ്. അതിലേക്ക് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് എടുത്താലും കുഴപ്പമില്ല. ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ക്യാബേജ്, 1 മഷ്റൂം, 1 കപ്പ് ക്യാരറ്റ്, 1 capsicum, 1 കപ്പ് ബീൻസ്, സ്പ്രിംഗ് ഓണിയൻ്റെ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി. അപ്പോൾ ഏതൊരു വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിലും വെജിറ്റബിൾ സ്റ്റോക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ മാഗിയുടെ വെജിറ്റബിൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് മാഗിയുടെ വെജിറ്റബിൾ സ്റ്റോക്ക് ക്യൂബാണ്. അഥവാ നിങ്ങൾക്ക് അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി നന്നായി അരമണിക്കൂർ തിളപ്പിച്ചെടുത്ത വെള്ളം യൂസ് ചെയ്യുക. അതായത് ഏത് പച്ചക്കറി ആണെങ്കിലും കുഴപ്പമില്ല, ഇപ്പോൾ ക്യാബേജോ ബീൻസോ ഏതാണെങ്കിലും കുഴപ്പമില്ല, നന്നായി ഹൈ ഫ്ലെയിമിൽ അരമണിക്കൂർ തിളപ്പിച്ചെടുത്ത വെള്ളം യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് മാഗിയുടെ ക്യൂബാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്യൂബ് അതിൽ ഇട്ട് കൊടുക്കാം. ഈ ഒരു പാക്കറ്റിൽ 2 ക്യൂബ് തന്നിട്ടുണ്ട്. അപ്പോൾ 1 ക്യൂബ് 1/2 ലിറ്റർ വെള്ളത്തിലാണ് ഉപയോഗിക്കേണ്ടത്. ഇതിൽ 2 ക്യൂബുള്ള കാരണം ഞാൻ 1 ലിറ്റർ വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. നമുക്കിനി ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യൂബ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കി പച്ചക്കറി എല്ലാം തിളപ്പിച്ച വെള്ളം മാറ്റി വയ്ക്കുക. നമുക്കിതിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ 2 ക്യൂബ് അലിയുന്ന വരെ ഇളക്കി കൊടുക്കണം. അങ്ങനെ വെജിറ്റബിൾ സ്റ്റോക്ക് ഇവിടെ റെഡിയായി. ഇനി വലിയൊരു പാൻ ചൂടാക്കാൻ വെക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഏത് ഓയിലായാലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് വഴറ്റിയെടുക്കാം. ചൈനീസ് റെസിപ്പീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ എല്ലാ റെസിപ്പീസും അവർ ഹൈ ഫ്ലെയിമിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സൂപ്പും ഹൈ ഫ്ലെയിമിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ നേരത്തെ അരിഞ്ഞ് വെച്ചത് ചേർക്കാം. ഇനി വെജിറ്റബിൾ സ്റ്റോക്ക് ചേർക്കാം. അടുത്തതായി ഓരോ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. സൂപ്പ് ഉണ്ടാക്കി കഴിയുന്നവരെ ഫ്ലെയിം ഹൈയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതെല്ലാം കൂടെ തിളയ്ക്കുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക. ഈ റെസിപ്പിയുടെ ചേരുവകളും ഉണ്ടാക്കുന്ന വിധവും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് നോക്കി ട്രൈ ചെയ്യണം. നിങ്ങൾ വെജിറ്റബിൾ ക്യൂബാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വേറെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ക്യൂബിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതാണ്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂൺ വിനീഗർ, പിന്നെ 1 സ്പൂൺ പഞ്ചസാര.
അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കുക. അടുത്തതായി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കുക. അതിലേക്ക് 1 സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സൂപ്പ് നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യുന്നത്. നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ സൂപ്പ് ഇവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ് വേണമെന്ന് തോന്നിയാൽ കുറച്ചും കൂടെ കുരുമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വെജ് മാൻചോ സൂപ്പ് ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് സ്റ്റൗ ഓഫാക്കി വയ്ക്കാം. അപ്പോൾ ഇത് നമ്മൾ കോൺഫ്ലവർ ചേർത്ത കാരണം സൂപ്പ് നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി നമുക്കത് സെർവിങ് ബൗളിലേക്ക് ഇടാം. ഞാൻ കുറച്ചും കൂടി കുരുമുളക് ഇടുന്നുണ്ട്, എനിക്ക് എരിവ് കുറവ് തോന്നിയ കാരണം. അങ്ങനെ നമ്മുടെ വെജ് മാൻചോ സൂപ്പ് റെഡിയായി. മാൻചോ സൂപ്പിൻ്റെ കൂടെ സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ അവരൊരു ക്രിസ്പി നൂഡിൽസ് സെർവ് ചെയ്യാറുണ്ട്. അതും കൂടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം കുറച്ച് നൂഡിൽസ് നമ്മൾ വേവിച്ചെടുക്കുക. ഇത് തണുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം. അങ്ങനെ ക്രിസ്പി നൂഡിൽസും റെഡിയായി. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ ഫ്ലേവേഴ്സ് ഫ്രം ഹോം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.